എവ്രിവൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഞാനൊരു കുറച്ചധികം നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നപോലെ ഐ വാസ് എ ബിറ്റ് ബിസി ദീസ് ഡേയ്സ്, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ബയോളജിയിൽ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹെർഷി ചേസ് എക്സ്പെരിമെന്റ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടിട്ട്, എനിക്ക് തോന്നുന്നു +1 +2 തൊട്ടിട്ട് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ എക്സ്പെരിമെന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, Bacteriophages are the viruses that infect bacteria. Bacteriophage T2 infects bacterium Escherichia coli. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു എട്ടുകാലി മാതിരി ഇരിക്കുന്ന ഒരു സാധനമാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വൈറസുകളെ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. വൈറസിനെ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയനെ നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ ഇഷറീഷ്യ കൊളൈ അഥവാ ഈകൊളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയനെ ഇഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ബാക്ടീരിയോഫേജ് ആണ് ബാക്ടീരിയോഫേജ് T2. And during this infection, the virus attaches to the bacterial cell surface and injects the material into the cell. Bacterial cell begins to produce thousands of new copies of the virus. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ബാക്ടീരിയോഫേജ് ആ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് വൈറസ് എന്ത് പറ്റും? ബാക്ടീരിയയുടെ സെൽ സർഫസിൽ പിടിച്ചിരുന്നിട്ട് അതിന്റെ മെറ്റീരിയൽ, ആ ഒരു ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുക. നമ്മൾ സിറിഞ്ച് വെച്ച് നമ്മുടെ ബോഡിയിൽ മെഡിസിൻ ഇൻജെക്ട് ചെയ്യുന്ന മാതിരി തന്നെ ഒരു ബാക്ടീരിയ ഉണ്ടായിരിക്കും. അതിന്റെ സർഫസിൽ ഈ പറഞ്ഞ ബാക്ടീരിയോഫേജ്, ഈ വൈറസ് പോയിട്ടിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മെറ്റീരിയൽ, ജനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഈ ബാക്ടീരിയയുടെ അകത്തേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബാക്ടീരിയയുടെ ഉള്ളിൽ എന്തെത്തി? വൈറസ് എത്തി. എന്നിട്ട് വൈറസ് എന്ത് ചെയ്യും? ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് പെരുകുന്നതനുസരിച്ചിട്ട് വൈറസും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ thousands ഓഫ് വൈറസസിന്റെ കോപ്പീസ് ആണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. The material injected into the bacteria cell carries the genetic information that guides the production of the virus. ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് ഒരു മെറ്റീരിയൽ ഇൻജെക്ട് ചെയ്തല്ലോ. ആ ഇൻജെക്ട് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ബാക്ടീരിയയുടെ ഉള്ളിൽ ഇതിന് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. And this kind of experiment was conducted in 1952. Alfred Hershey and Martha Chase designed an experiment to know that T2 virus is made up of two kinds of molecules, DNA and proteins. 1952 ആൽഫ്രഡ് ഹെർഷിയും മാർത്ത ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയന്റിസ്റ്റുകൾ ഒരു എക്സ്പെരിമെന്റ് ഡെവലപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയോഫേജ് ഉണ്ടല്ലോ, T2 എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയോഫേജ് ഉണ്ടല്ലോ, ആ ഒരു ബാക്ടീരിയോഫേജിനകത്ത് രണ്ട് തരം മോളിക്യൂൾസ് ആണ് ഉള്ളത്, DNA-യും അതുപോലെ തന്നെ പ്രോട്ടീൻസും. ഇത് DNA ആൻഡ് പ്രോട്ടീൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാക്ടീരിയോഫേജ് ആണ് എന്നുള്ളത് എന്താ പറയാ, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. The proteins of T2 virus contain elemental sulfur present in amino acids methionine and cysteine and not phosphorus. എന്താ പറയുന്നത്? T2 എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജിന്റെ പേരാണ്, അല്ലെ? അപ്പൊ ഈ T2-ന്റെ പ്രോട്ടീൻസിൽ എന്ത് കാണാൻ സാധിക്കും? എലമെന്റൽ സൾഫർ കാണാനായിട്ട് സാധിക്കും. അത് എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? മെത്തിയോണിൻ, സിസ്റ്റീൻ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സിലാണ് ഈ എലമെന്റൽ സൾഫർ പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷെ എന്ത് പ്രസന്റ് അല്ല? ഫോസ്ഫറസ് പ്രസന്റ് അല്ല. പക്ഷെ DNA-ക്കകത്താണ് എന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് ആണ് ഉള്ളത്, സൾഫർ ഇല്ല. While the DNA contains phosphorus present as sugar phosphate backbone but not sulfur. കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? T2 എന്ന് പറഞ്ഞ വൈറസിന്റെ പ്രോട്ടീനകത്തുള്ളത് എലമെന്റൽ സൾഫർ ആണ്, അത് അമിനോ ആസിഡ്സിലാണ് കാണുന്നത്. പ്രോട്ടീൻസിൽ ഫോസ്ഫറസിന്റെ പ്രസൻസ് ഇല്ല. പക്ഷേ ഇതേ T2-ന്റെ DNA-യിൽ ഫോസ്ഫറസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്, അവിടെ സൾഫർ കാണാനായിട്ട് സാധിക്കത്തില്ല. And they prepared two batches of T2 phage particles with different radioactive labeling. എന്ത് ചെയ്തു? ഈ ഹെർഷി ചേസും മാർത്തയും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്താ പ്രിപ്പയർ ചെയ്തത്? T2 phage-ന്റെ രണ്ട് ബാച്ചുകൾ പ്രിപ്പയർ ചെയ്തു. രണ്ടിനെയും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ലേബൽ ചെയ്തത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ലേബൽ ചെയ്തത്. In one batch, the phage proteins were labeled with the radioactive isotope 35S,
അഥവാ S35, and in the other batch the phage DNA labeled with isotope phosphorus 32. എന്താ അവർ ചെയ്തത്? ലേബലിംഗ് നടത്തണം. അതിന് വേണ്ടിയിട്ട് അവർ T2 ഫേജിന്റെ 2 ബാച്ചസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ചിന്റെ പ്രോട്ടീനിനെ അവർ ലേബൽ ചെയ്തത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയിട്ടുള്ള സൾഫർ 35 വെച്ചിട്ടാണ്. അടുത്ത ബാച്ചിന്റെ DNA ലേബൽ ചെയ്തത് ഫോസ്ഫറസ് 32വിന്റെ ഐസോട്ടോപ്പ് വെച്ചിട്ടാണ്. By radioactive labeling, Hershey and Chase were able to trace the fate of protein and DNA during the infection process. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് നടത്തിയത് കൊണ്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഹെർഷിക്കും ചെയ്സിനും ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് പ്രോട്ടീനിനും DNA-ക്കും ഇൻഫെക്ഷൻ നടത്തുന്ന സമയത്ത് ഈ വൈറസ് ബാക്ടീരിയയിലേക്ക് ഇൻഫെക്ട് ചെയ്യില്ലേ, അങ്ങനെ ആ ഒരു ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് വൈറസിനകത്ത് ഉണ്ടായിരുന്ന പ്രോട്ടീനിനും DNA-ക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതുവഴിയായിട്ട് സാധിച്ചു. They started the experiments by mixing the radioactive phage with the intact bacterial cells. Okay, ബാക്ടീരിയൽ സെൽസും അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ഈ ഫേജും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് അവർ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. They allowed the phage particles to attach to the bacterial cell surface and let them inject their genetic material into the cell. അവരെന്ത് ചെയ്തു? ഈ ഫേജും ബാക്ടീരിയ തമ്മിൽ മിക്സ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുക? ഫേജ് ചെന്ന് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ മെറ്റീരിയൽ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. Then they removed the protein coat from the surface of the bacterial cells by agitating the suspension in a blender and recovered the bacterial cells by centrifugation. അവരെന്താ ചെയ്തത്? ബാക്ടീരിയയുടെ സെല്ലിനകത്തുള്ള സർഫസ് അവരെന്ത് ചെയ്തു? ആ ഒരു സർഫസിൽ നിന്ന് പ്രോട്ടീനിന്റെ കോട്ടിനെ അവർ റിമൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ ബാക്ടീരിയൽ സെൽസിനെ സെൻട്രിഫ്യൂഗേഷൻ വഴിയായിട്ടാണ് അവർ റീകവർ ചെയ്തെടുത്തത്. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, ബാക്ടീരിയൽ സർഫസിൽ നിന്നിട്ട് അവർ പ്രോട്ടീൻ കോട്ടിനെ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. They measured the radioactivity in the supernatant liquid and in the pellet of bacteria at the bottom of the tube. നിങ്ങൾക്ക് അറിയാം, സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അമൗണ്ട് ആൻഡ് വോളിയത്തിൽ രണ്ട് ഡിഫറെന്റ് സാധനങ്ങൾ കിട്ടും. ആ നമ്മൾ ചേർത്തിരുന്ന ആ ഒരു ലിക്വിഡ് എന്താണോ അതിനകത്ത് ഉണ്ടായിരുന്ന കമ്പോണൻസ് മാസിനനുസരിച്ച് വേർതിരിക്കുന്നതാണ് ഈ സംഭവം അല്ലെ. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സൂപ്പർനെറ്റിന്റെ ആയിട്ട് ലഭിച്ച ലിക്വിഡിനകത്തുള്ള റേഡിയോ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ട്യൂബിന്റെ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ബാക്ടീരിയ പെല്ലറ്റിനെയും അവർ മെഷർ ചെയ്തു. അതിനകത്തുള്ള റേഡിയോ ആക്ടിവിറ്റി അവർ മെഷർ ചെയ്തു. The studies show that most of the about 65% of the phosphorus 32 remained in the bacterial cell, while the bulk of the sulfur 35 was released in the surrounding medium. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? 32 ഫോസ്ഫറസ് 32 കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സൾഫർ 35ഉം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെല്ലിൽ തന്നെ റിമെയിൻ ചെയ്തു. ഏകദേശം 65% നമ്മൾ കൊടുത്തിട്ടുള്ള ഫോസ്ഫറസ് 32 ബാക്ടീരിയൽ സെല്ലിൽ തന്നെ നിലനിന്നു. പക്ഷേ സൾഫർ 35 എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് മീഡിയത്തിനകത്തേക്ക് റിലീസ് ചെയ്തു പോയി എന്നുള്ളതാണ് അവർക്ക് ആ ഒരു സെൻട്രിഫ്യൂഗേഷൻ വഴിയായിട്ട് ചെയ്ത എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. Since phosphorus 32 labeled the viral DNA and sulfur 35 labeled the viral protein, they concluded that DNA has been injected into the bacterial cells and functions as the genetic material of phage T2. എന്താ സംഭവിക്കുന്നത്? ഫോസ്ഫറസ് 32 എന്ന് പറയുന്നതാണ് നമ്മൾ വൈറസിന്റെ DNA ലേബൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. സൾഫർ 35 എന്ന് പറയുന്നതാണ് വൈറസിന്റെ പ്രോട്ടീനെ ലേബൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ആൻഡ് ഈ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് നിലനിൽക്കുന്നത് ആരാണ്? ഫോസ്ഫറസ് ആണ്. സൾഫറിന് എന്ത് പറ്റി? അത് സറൗണ്ടിങ് മീഡിയത്തിനകത്തേക്ക് സ്പ്രെഡ് ചെയ്തു പോയി. ഇതിൽ നിന്ന് അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ബാക്ടീരിയോഫേജ് T2 എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയോഫേജ് ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്, പ്രോട്ടീൻ അല്ല എന്നുള്ളത് അവർക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് വഴിയായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. It is important to know that when the phosphorus 32 labeled phages were used in the experiment, the majority of the radioactivity was found inside the bacterial cells, which indicate that the phage DNA has entered the cells. Okay. എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് 32 ഫോസ്ഫറസ് 32 വെച്ചിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ഫേജസ് ആണ് നമ്മൾ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം റേഡിയോ ആക്ടിവിറ്റിയും നമുക്ക് കാണാൻ സാധിച്ചത് ബാക്ടീരിയയുടെ അകത്താണ്. അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? ഈ പറഞ്ഞ T2 എന്ന് പറഞ്ഞ ഫേജിന്റെ DNA ബാക്ടീരിയയുടെ അകത്തേക്ക് ഇൻജെക്ട് ചെയ്ത് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
This phosphorus 32 can also be recovered from phage progeny. ഈ പറഞ്ഞ ഫേജസിന്റെ ഫേജിനകത്ത് നമ്മളിപ്പം ഇത് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഫേജസ് പെരുകി പെരുകി അവരുടെ പ്രോജനിയിലും നമുക്ക് ഈ ഫോസ്ഫറസ് 32ന്റെ പ്രസൻസ് കണ്ടെത്താനായിട്ട് സാധിച്ചു. നോട്ട് ഓൺലി ഇൻ ദിസ് ബാക്ടീരിയൽ സെൽസ്. But when the sulfur 35 labeled phages were used in the experiments, most of the radioactive material was found in the phage host. Thus, it indicates that the phage protein had never entered the bacterial cell. Okay. എന്താ സംഭവിക്കുന്നത്? സൾഫർ 35 വെച്ചിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ഫേജുകളാണ് ഉപയോഗിച്ചത്, എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ കൂടുതലായിട്ട് കാണാൻ പറ്റിയത് എവിടെയാണ്? ആ DNA ഏത് ഫേജ്, നമ്മളിപ്പം എന്ത് ലേബൽ, സൾഫർ ലേബൽ ചെയ്തിട്ടുള്ളതായിക്കോട്ടെ, ഫോസ്ഫറസ് ലേബൽ ചെയ്തിട്ടുള്ളതായിക്കോട്ടെ, ആരായാലും ബാക്ടീരിയയുടെ സെല്ലിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അവർ ബാക്ടീരിയയുടെ അടുത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും അല്ലേ? സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. നമ്മള് ഫോസ്ഫറസ് വെച്ച് ലേബൽ ചെയ്തിരുന്നത് DNA ആയതുകൊണ്ടിട്ട് ആ DNA അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഫേജ് ബാക്ടീരിയകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് അവരുടെ DNA ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ DNA ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബാക്ടീരിയയുടെ ഉള്ളില് ഫോസ്ഫറസ് 32ന്റെ പ്രസൻസ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം നമ്മൾ അത് വെച്ചിട്ടാണ് ആ DNA ലേബൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ സൾഫർ 35 എന്ന് പറയുന്നത് പ്രോട്ടീനെ ലേബൽ ചെയ്തേക്കുന്നതാണ് അല്ലെ? പക്ഷെ പ്രോട്ടീൻ ഒരിക്കലും എന്ത് ചെയ്യപ്പെടുന്നില്ല, ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ ബാക്ടീരിയോഫേജിൽ നിന്ന് അത് ബാക്ടീരിയനകത്തേക്ക് എത്തുന്നില്ല. അത് ബാക്ടീരിയോഫേജിൽ തന്നെ നിലനിൽക്കും. ദാറ്റ് മീൻസ് ഓൺലി ഈ പറഞ്ഞ DNA ആണ് ബാക്ടീരിയോഫേജിൽ നിന്ന് വൈറസിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. മിച്ചം വന്നിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ആ ബാക്ടീരിയോഫേജിൽ തന്നെ നിലനിൽക്കും. ഇപ്പം നമ്മളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സൾഫർ 35 ഉപയോഗിച്ചിട്ടുള്ള ഫേജസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ DNA ബാക്ടീരിയയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തതിനു ശേഷം മിച്ചം വന്നിട്ടുള്ള ആ ഒരു ബാക്ടീരിയോഫേജ് ഉണ്ടല്ലോ, ആ ബാക്ടീരിയോഫേജിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സൾഫർ 35ന്റെ പ്രസൻസ് കാണാൻ പറ്റും. കാരണം എന്താണ്? പ്രോട്ടീനെ അത് ഇഞ്ചെക്ട് ചെയ്തിട്ടില്ല. പ്രോട്ടീനെ ഇഞ്ചെക്ട് ചെയ്താലല്ലേ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് നമുക്ക് സൾഫർ 35ന്റെ പ്രസൻസ് കാണാൻ പറ്റുള്ളൂ. പ്രോട്ടീനിനെ ഇഞ്ചെക്ട് ചെയ്യാതെ DNA ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടീനിന്റെ പ്രസൻസ്, ദാറ്റ് മീൻസ് സൾഫർ 35ന്റെ പ്രസൻസ് നമുക്ക് ബാക്ടീരിയോഫേജിൽ തന്നെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ ബാക്ടീരിയോഫേജിൽ നിന്ന് നമ്മളുടെ ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് പോകുന്നത് ഓൺലി DNA ആണ്. ആ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ആണ്, എന്തല്ല പ്രോട്ടീൻ അല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. Thus, it was concluded that DNA is the hereditary material and the phage proteins are simply structural packaging which is discarded after delivering the viral DNA to the bacterial cells. ഇത് എന്ത് മനസ്സിലാക്കി എടുക്കാം? ഈ പറഞ്ഞ ഫേജിനകത്തുള്ള പ്രോട്ടീൻസിന് വലിയ റോളൊന്നും ഇല്ല. എന്തിനാണ് റോള്? അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഹെറിഡിറ്ററി മെറ്റീരിയൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് DNA ആണ്. DNA മാത്രമാണ് ഒരു ഇഞ്ചക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് ബാക്ടീരിയോഫേജിൽ നിന്ന് ബാക്ടീരിയക്കകത്തേക്ക് എത്തുന്നത് DNA മാത്രമാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരിക്കലും ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തുന്നില്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത് ആ ബാക്ടീരിയോഫേജോട് ഉൾപ്പെടെ നശിച്ചു പോവുകയാണ്. When infected radioactively labeled bacteria were suspended in the fresh liquid and incubated for longer time, the phosphorus 32 was transferred to some of the offspring phage particles. This gave the view that genes are made up of DNA. എന്താ സംഭവിച്ചത്? റേഡിയോ ആക്റ്റീവ്ലി ലേബൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ബാക്ടീരിയനെ നമ്മൾ ഒരു ഫ്രഷ് ലിക്വിഡിൽ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് സമയത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത് അവരുടെ കുറച്ചു ഭാഗം ഓഫ്സ്പ്രിങ്ങിന്റെ ഫേജ് പാർട്ടിക്കിൾസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എടുക്കാം? ജീൻസ് എന്ന് പറയുന്നത് DNA വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ലെറ്റ് മീ ടേക്ക് മൈ പെൻ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സൾഫർ ലേബിൾഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയോഫേജ് ആണ്. ഈ റെഡ് കളറിൽ കാണിക്കുന്നത് അതിന്റെ സൾഫർ ആണ്. ആൻഡ് ഈ ബാക്ടീരിയോഫേജ് വന്നിട്ട് ഈ റെക്ടാങ്കിൾ ഷേപ്പിലിരിക്കുന്നത് നമ്മളുടെ ബാക്ടീരിയ ആണ്. അതിനകത്തേക്ക് അതിന്റെ മെറ്റീരിയൽ ആണ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ദേ ആ വട്ടത്തിൽ നിങ്ങൾക്കൊരു സ്പ്രിംഗ് മാതിരി കാണാൻ പറ്റുന്നില്ല. ദിസ് ഇസ് ദ DNA. ഓക്കെ, ദിസ് ഇസ് ദ DNA. ആൻഡ് വാട്ട് ഹാപ്പൻസ്? DNA മാത്രമാണ് എങ്ങോട്ട് പോകുന്നത്? ബാക്ടീരിയയുടെ അകത്തേക്ക് പോകുന്നത് അല്ലെ? നിങ്ങൾക്ക് ആ സ്പ്രിംഗ് പോലെയുള്ള സാധനം ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇൻഫെക്ഷൻ നടന്നതിന് ശേഷം കാണുന്നില്ലേ, ഈ സ്പ്രിംഗ് പോലെയുള്ള സാധനം മാത്രമാണ് എങ്ങോട്ട് എത്തിയിട്ടുള്ളത്? ബാക്ടീരിയയുടെ ഉള്ളിനകത്തേക്ക് എത്തിയിട്ടുള്ളത്. റെഡ് കളറിൽ ഇവിടെ ഇപ്പോഴും പ്രോട്ടീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ?
protein. So what happens is ഇഞ്ചക്ഷൻ നടന്നതിന് ശേഷം DNA മാത്രമാണ് ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തുന്നത്. ആരെത്തുന്നില്ല? പറഞ്ഞ പ്രോട്ടീൻ എത്തുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവര് പ്രോട്ടീനിനെയാണ് ഈ സൾഫർ വെച്ചിട്ട് ലേബൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ പ്രോട്ടീൻ ആണ് റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓൺലി DNA ആണ് ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തുന്നത്, പ്രോട്ടീൻ എത്തുന്നില്ല, അതുകൊണ്ട് പ്രോട്ടീൻ നമുക്ക് ഈ റെഡ് കളറിൽ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ബാക്ടീരിയനെ എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സൾഫറിന്റെ പ്രസൻസ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ സൾഫർ വെച്ച് ലേബൽ ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോട്ടീനെയാണ്. ബാക്ടീരിയനകത്തേക്ക് എത്തിയിരിക്കുന്നത് ആര് മാത്രമാണ്? DNA മാത്രമാണ്. അപ്പൊ DNA ഒന്നും ലേബൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? സൾഫറിന്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്രോട്ടീൻ അല്ല, DNA ഓൺലി ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. പ്രോട്ടീൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്ടീരിയയുടെ ഉള്ളിൽ എന്തിന്റെ പ്രസൻസ് അറിയാൻ പറ്റുമായിരുന്നു? സൾഫറിന്റെ പ്രസൻസ് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പുറത്തെ ചിത്രം നോക്കുക. ഇവിടെ ഈ ഗ്രീൻ കളറിൽ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോസ്ഫറസ് വെച്ച് ലേബൽ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ DNA ആണ്. ഓക്കെ, ഫോസ്ഫറസ് വെച്ച് ലേബൽ ചെയ്തിരിക്കുന്നത് DNA ആണ്. ആൻഡ് ഈ ബാക്ടീരിയോഫേജ് വന്നിട്ട് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നു. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കളറിൽ ലേബൽ ചെയ്തിരിക്കുന്ന ഫോസ്ഫറസ് വെച്ച് ലേബൽ ചെയ്തിരിക്കുന്ന ആ DNA ബാക്ടീരിയയുടെ ഉള്ളിൽ എത്തുന്നു. ആൻഡ് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഫോസ്ഫറസ് പ്രസൻസ് നമുക്ക് മനസ്സിലാകും. വി ക്യാൻ സീ ഇറ്റ് ഈസിലി വിത്ത് ദിസ് ഗ്രീൻ കളർ അല്ലെ. ഗ്രീൻ കളറാണ് ഫോസ്ഫറസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രീൻ കളറിന്റെ പ്രസൻസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബാക്ടീരിയയുടെ ഉള്ളിൽ എന്തുണ്ട്? ഫോസ്ഫറസിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ബ്ലൂ കളറിൽ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നതാണ് ഈ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത്. പ്രോട്ടീൻ കോട്ടിന്റെ എന്തെങ്കിലും പ്രസൻസ് നിങ്ങൾക്ക് ബാക്ടീരിയയുടെ സെല്ലിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. That means only DNA is transferred into this bacterial cells, not the protein. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സൾഫറിന്റെ പ്രസൻസ് ഒരിക്കലും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? ബാക്ടീരിയയുടെ അകത്ത് കാണാൻ പറ്റില്ല. അത് പേജിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഫോസ്ഫറസിന്റെ പ്രസൻസ് നമുക്ക് ബാക്ടീരിയയുടെ അകത്ത് കാണാൻ പറ്റും. കാരണം എന്താണ്? ഫോസ്ഫറസിനെ നമ്മൾ ലേബൽ ചെയ്തിരുന്നത് DNAക്ക് വേണ്ടിയിട്ടാണ്. സൾഫർ ഉപയോഗിച്ച് നമ്മൾ ലേബൽ ചെയ്തിരുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ബാക്ടീരിയയുടെ അകത്തേക്ക് എത്താത്തത് കൊണ്ടിട്ട് നമ്മൾ സൾഫറിന്റെ പ്രസൻസ് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. പക്ഷെ DNA ബാക്ടീരിയയുടെ അകത്തേക്ക് എത്തുന്നത് കൊണ്ടിട്ട് നമ്മൾ അവിടെ ഫോസ്ഫറസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. So that is what we call it as this Hershey-Chase experiment. Okay. And apart from the experimental evidence, biochemical evidence due to the certain fact such as those given below confirm that DNA is the genetic material. ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത് അല്ലെ. ഈ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് കൂടാതെ വേറെ കുറച്ച് ഫാക്റ്റും കൂടെ ഉണ്ട്. അതാണ് ഞാൻ താഴെ ഒരു സമ്മറി മാതിരി ആഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് amount of DNA in every cell of an organism is same. ഒരു ജീവി എടുക്കുക, ആ ജീവിയുടെ സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെല്ലിലും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന amount of DNA എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. Amount of DNA in gametes is half that of DNA present in the somatic cells. സൊമാറ്റിക് സെൽസിൽ കാണുന്ന DNAയുടെ എമൗണ്ടിന്റെ പകുതിയാണ് ഗാമെറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന amount of DNA എന്ന് പറയുന്നത്. Third one, amount of DNA is the same in all the members of the same species. ഒരേ സ്പീഷീസിൽ പെടുന്ന എല്ലാ മെമ്പേഴ്സിലും കാണുന്ന DNAയുടെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ മനുഷ്യരെ എല്ലാവരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ എല്ലാ സെല്ലും, ഇപ്പൊ എന്റെ ബോഡിയിലെ എല്ലാ സെല്ലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള amount of DNA എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആൻഡ് നമ്മൾ മനുഷ്യകുലത്തെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തുള്ള എല്ലാ മനുഷ്യരുടെയും amount of DNA എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. Amount of DNA in a cell is constant and does not change by internal or external environment. ഒരു ജീവിയുടെ amount of DNA എന്ന് പറയുന്നത്, അതിന്റെ സെല്ലിനകത്ത് കാണുന്ന amount of DNA എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ഒരിക്കലും അതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കാരണം ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. DNA or amount of genetic information is proportional to evolutionary complexity. അല്ലെ, DNA അല്ലെങ്കിൽ നമ്മളുടെ ജനറ്റിക് ഇൻഫർമേഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? എവല്യൂഷണറി കോംപ്ലക്സിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ളവരിൽ കുറച്ചും കൂടി കൂടുതൽ amount of DNA ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ amount of DNA അഥവാ amount of genetic information എന്ന് പറയുന്നത് കുറവായിരിക്കും. That is what it means. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് Hershey-Chase എക്സ്പെരിമെന്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. I hope that this video was helpful and you understand the content what I was trying to say.
നമ്മുടെ ബയോളജിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഒന്നാണ് ഈ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ വാട്ട് ദിസ് എക്സ്പെരിമെന്റ് ഇസ് ഡീലിംഗ് വിത്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, ആൻഡ് വാട്ട് വാസ് ദ കൺക്ലൂഷൻ, വാട്ട് വാസ് ദ റിസൾട്ട് ദാറ്റ് വി ഗോട്ട് ത്രൂ ദിസ് എക്സ്പെരിമെന്റ്. ഓക്കെ, ദ റിസൾട്ട് ഈസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ DNA is the genetic material and that is the only thing that is transferred from the parent cells to the progeny. ഓക്കെ, പാരന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ആൻഡ് നമ്മൾ ഈ വീഡിയോ കണ്ടവരിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മറ്റ് ടോപ്പിക്സ് എന്തെങ്കിലും പറഞ്ഞു തരണം, വീഡിയോ വേണം എന്നുള്ള ആവശ്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് ഇത്രയും നേരം നമ്മളുടെ ഒപ്പം ഇരുന്ന വീഡിയോ കണ്ടതിനും കേട്ടതിനും പഠിച്ചതിനും ഒരുപാട് താങ്ക്സ്. ആൻഡ് until we will be back with another video, God bless you. Thank you.